ലത സിജു വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും അത് എഴുതാൻ തക്ക ഈസി ആയിരുന്നു എന്ന് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ പാരഗ്രാഫും പിന്നെ കവിതയും ഒക്കെ തന്നിട്ട് അത് വായിച്ച് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എഴുതാനും പോസ്റ്റർ നിർമ്മാണം, ഡയറി എഴുത്ത്, പിന്നെ അനുഭവക്കുറിപ്പ്, അതുപോലെ കമൻട്രി, അതായത് നമ്മൾ ദൃക്സാക്ഷി ഒരു ഗെയിം കണ്ടുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിവരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പ്രവർത്തനം. സ്കൂൾ ക്ലാസ് തല പ്രവർത്തനങ്ങളിൽ ഇതൊക്കെ നടത്തിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അനുഭവക്കുറിപ്പ് ഒക്കെ എഴുതാനും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലായിരുന്നു. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ അത് ആൻസർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കട്ടെ. കൂട്ടുകാരെ, നമ്മുടെ അതായത് ഫസ്റ്റ് ടൈം മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ മലയാളം കേരള പാഠാവലി അടിസ്ഥാന പാഠാവലിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളുടെയൊക്കെ എക്സാമും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒക്കെയാണ്. ഇനി നമുക്ക് ആദ്യം ഞാൻ ഇട്ട വീഡിയോ ഹിന്ദി പാഠപുസ്തകത്തിലെ വർക്കുകളായിരുന്നു. പിന്നെന്തോ അത് പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഹിന്ദിയിലെ ചില മോഡൽ ക്വസ്റ്റ്യനുകളൊന്ന് ഇടുകയാണ്. നിങ്ങൾ കൂട്ടുകാരെ, ഈ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രൊഫൈൽ പൂരാ കരോ എന്നാണ്. പ്രൊഫൈൽ അവരവരെക്കുറിച്ചുള്ള വിവരങ്ങൾക്കാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നാം മേഘ എസ്, കക്ഷ 5, സ്കൂൾ GUPS, ആയു 10. ഇത് ഇങ്ങനെ തന്നിരിക്കുകയാണ് അതിൻ്റെ മോഡൽ. ഇനി ഈ ഓരോന്നിനും എഴുതിയിരിക്കുന്ന നാമിന് എന്താ പേരെഴുതണം, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് എഴുതണം, സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ പേരെഴുതണം, ആയു എന്നാൽ വയസ്സ് എഴുതണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയായാൽ ഇനിയും തരുന്ന പ്രൊഫൈൽ നിങ്ങൾക്കൊന്ന് പൂരിപ്പിക്കാമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. നാം, കക്ഷ, സ്കൂൾ, ആയു എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്ന ഈ മോഡൽ ക്വസ്റ്റ്യനോട് പോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാം. ഇത് നിങ്ങളുടെ പ്രൊഫൈലാണ് തയ്യാറാക്കേണ്ടത്. നാം എന്നിടത്ത് എന്ത് നമ്മൾ എഴുതും? നിങ്ങളുടെ എഴുതാൻ പഠിച്ച് കാണുമല്ലോ. കക്ഷ നിങ്ങളുടെ ക്ലാസ് എന്താണ്, 5. അതുപോലെ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. ഇത്രയാകുമ്പോഴേക്കും 5 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്. 5 മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് തല പ്രവർത്തനങ്ങളിൽ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നാം എന്ന് പറഞ്ഞാൽ പേര്, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂള്, ആയു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ്. മനസ്സിലായല്ലോ? അപ്പം ഈ ക്വസ്റ്റ്യൻ വരാൻ 95% സാധ്യതയുണ്ട്. ഈ ചോദ്യം നിങ്ങളൊന്ന് നോക്കൂ. ഇത് പില്ല ഖേൽത്താ ഹെ, പില്ല പഠ്താ ഹെ, പില്ല ഖാത്താ ഹെ, പില്ല സോത്താ ഹെ, പില്ല നഹാത്താ ഹെ. എന്താണിത്? അപ്പോൾ ഇത് ചേരും പടി ചേർക്കുക, സഹി മിലാൻ കരോ എന്നൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് മലയാളത്തിലൊന്നും ചോദിക്കില്ല ക്വസ്റ്റ്യൻ, ഹിന്ദിയിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് എല്ലാ കൂട്ടുകാർക്കും അത് ചിത്രം കാണുമ്പോഴേ അറിയാം ഇത് എന്തിനുള്ളതാണെന്നല്ലേ. അപ്പോൾ എന്താണ് ചേരും പടി ചേർക്കുക? അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇത് പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഖേൽന, പഠ്ന, ഖാന, സോന, നഹാന, അല്ലേ? ഖേൽത്താഹെ എന്ന് പറഞ്ഞാൽ കളിക്കുന്നു, പഠ്താഹെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു, ഖാത്താഹെ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു, സോത്താഹെ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു, നഹാത്താഹെ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ, ഏത് ചിത്രത്തിനാണ് ഇത് യോജിക്കുന്നത് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ചോദ്യമാണ് സഹി മിലാൻ കരോ, അല്ലെങ്കിൽ മിലാൻ കരോ എന്ന് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ പില്ല ഖേൽത്താ, ഏതാണ് പട്ടിക്കുട്ടി കളിക്കുന്ന, അവിടെ ബോൾ കളിക്കുന്നുണ്ടല്ലേ, അതാണ് അതിന് ചേരുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് അത് ചേർത്ത് എഴുതാൻ സാധിക്കും. മറ്റൊരു പ്രവർത്തനം നോക്കൂ. ചിത്രക്കു പെഹച്ചാനേം എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിത്രം നമ്മൾ കണ്ടെത്തുക, മനസ്സിലാക്കുക. അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് കുറച്ച് പേരുകൾ, അല്ലേ? ചിടിയ, ബാദൽ, തിത്തലി, സൂരജ്, പേഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ചിടിയയുടെ അർത്ഥം നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്താ? പക്ഷിയാണ്. ബാദൽ മേഘമാണ്. തിത്തലി പൂമ്പ ചിത്രശലഭമാണ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. പേടെന്ന് വെച്ചാൽ മരമാണ്. അപ്പോൾ ഇനിയും ഓരോന്നിൻ്റെയും അടിയിൽ നമുക്ക് എഴുതാമല്ലോ. ഒന്നാമത്തേത് എന്താണ്? സൂരജ്. രണ്ടാമത്തേത് ചിടിയ. മൂന്നാമത്തേത് ബാദൽ. നാലാമത്തേത് തിത്തലി. അഞ്ചാമത്തേത് പേട്.
ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഈസി അല്ലേ? അപ്പോൾ നമുക്ക് ഹിന്ദിയെ പേടിക്കേണ്ട വളരെ ഈസിയായ ക്വസ്റ്റ്യനുകൾ ആയിരിക്കും. ഇതുപോലെ ധാരാളം മോഡൽ ക്വസ്റ്റ്യനുകളുണ്ട്. അടുത്ത വീഡിയോകളിലായി അങ്ങനെ ഓരോ ക്വസ്റ്റ്യനുകൾ ഇട്ട് സംശയ നിവാരണം നടത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇനിയും അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.